അമ്മാവാ, ശർക്കര ഇങ്ങനെ കഴിച്ചോണ്ടിരുന്ന വയറിളകും, സൂക്ഷിക്കണം. ഇളകട്ടെ ഇളകട്ടെ. ഒരാഴ്ചയായിട്ട് മലശോധന തീരെ കുറവാ. പക്ഷെ എന്റെ ചുമ മാറി. എങ്ങനെ? കൽക്കണ്ടവും ചുവന്നുള്ളി 3 ദിവസമായിട്ട് ഇവിടുന്ന് കഴിച്ചു. ഓഹോ, അതും തീർത്തോ? ആ പിള്ളേര് പട്ടം പറപ്പിക്കുന്ന രീതി ശരിയല്ല. അങ്ങനെയല്ല ചരട് പിടിക്കേണ്ടത്. എന്നാ പിന്നെ അമ്മാവൻ പോയെന്ന് പറഞ്ഞു കൊടുക്ക്. അല്ല, ഇതിനകത്തിരുന്ന് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അവിടെ പോയി? അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാനെടുത്ത് തിന്നു. ഒരു കാര്യം ഞാൻ പറയാം, വിശ്വാസം ഇങ്ങനെ പിരിച്ചുവിട്ടേക്ക്. എന്റെ ആനുകൂല്യം തന്നിട്ട് വെറുതെ കള്ളന്നുള്ള ചീത്തപ്പേരൊക്കെ എനിക്ക് പറ്റില്ല. എന്റെ പോലെ തറവാട്ടുകാരൻ നിന്റെ കടയിൽ ഇരിച്ചിന് നീ ദൈവത്തിനോട് നന്ദി പറയടാ. നീ അല്ലാതെ ഈ പെരുവയറിനെ പിടിച്ച് ഇതൊക്കെ ഏൽപ്പിക്കൂടാ. എന്തായാലും നിന്നേക്കാൾ ഭേദവാ. എന്നാ അനുഭവിച്ചോ. ആ മോനെ, പട്ടങ്ങളെ കാണിച്ചു തരാം. പട്ടം എങ്ങനെ പറപ്പിക്കാന്ന് കാണിച്ചു തരാം. കണ്ണ, വളരെ സൂക്ഷിച്ച് പറപ്പിച്ച ഇത്രയും നല്ലൊരു ഏർപ്പാട് വരില്ല. ഞാൻ ഈ ചെടിയുടെ ഇടയിലുണ്ട്. എല്ലാവരും ഒന്ന് ഓടി വായോ. അയ്യോ അമ്മാവ, എന്ത് പറ്റി? ഇവന് പച്ച വെള്ളം പോലും കൊടുക്കാതിരിക്കുക വേണ്ടത്. പ്രഭാകരൻ, ഇയാൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ കൊടുത്താൽ മതി. അയ്യോ, ഞാനോ? അവന്റെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടുന്നത് താങ്കളുടെ കെൽപ്പ് വേണ്ടേ? മൂക്കുന്ന ചോര എപ്പോഴും നിന്നില്ല. പക്ഷെ അതുകൊണ്ട് ഗുണമുണ്ടായി. എന്റെ കൂർക്കമ്പലി നിന്ന് കിട്ടി. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പിടിച്ചതുകൊണ്ട് ദേഷ്യം മുഴുക്കെ എന്നോടായിരിക്കും. എന്താ പ്രഭാകരന് പേടിയുണ്ടോ? ഏയ്, പേടിയുടെ അല്ലല്ലോ. എന്നാ പ്രഭാകരൻ തന്നെ കൊടുത്താൽ മതി. എന്താ? അച്ഛൻ പറഞ്ഞു പോലീസമ്മാനെ വിളിച്ചിട്ട് വരാൻ. കൈമുളപ്പൂവിന്റെ കാലൊടിഞ്ഞു. എങ്ങനെ ഒടിഞ്ഞ്? പട്ടം പറപ്പിച്ചാ. പട്ടം പറത്തിയ? അച്ഛന്റെ കാലൊടിഞ്ഞ്. ഞാനൊന്ന് പോയിട്ട് വരണം. വാ. പട്ടം പറപ്പിക്കാൻ പറ്റിയ പ്രായല്ലേ? അതേതായാലും നന്നായി. കുറച്ച് ദിവസമെങ്കിലും അടങ്ങിക്കിടക്കുമല്ലോ. കരയില് മോളെ. പോട്ട് 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 പോട്ട്. ഓ വേണ്ട വേണ്ട വേണ്ട, കരയാതടാ. പേടിക്കാനൊന്നും ഇല്ല മോനെ. വീണുന്ന് കേട്ടപ്പോ എല്ലാം കഴിഞ്ഞു എന്നാ ഞാൻ കരുതിയത്. അങ്ങനെ പെട്ടെന്ന് കഴിയുന്ന ജന്മമല്ലടി ഇത്. എനിക്കതറിയാം. എന്നെ നല്ലോണം കഷ്ടപ്പെടുത്തിട്ട് തെക്കോട്ടെടുക്കും. അയ്യോ, നളിനവിടെ? എന്തോ മരുന്ന് വാങ്ങാൻ പോയതാ. ഞാൻ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം. മോനെ, ഇറച്ചി മീനും തിന്നാമോന്ന് ഒന്ന് ചോദിക്ക്. ആർക്കാ? എനിക്ക്. അയ്യോ, ഈ ഒരു വിചാരം എനിക്കിതാ, ഞാൻ തിന്നിട്ടെ. ഇതാണ് എന്റെ അമ്മ. ഇപ്പൊ സാറിന് വിശ്വാസമായില്ലേ? ഇനിയെങ്കിലും ആ കാശും കൊണ്ട് തരണേ. തരാം തരാം. എടി, നീ അത് കണ്ടോ? നിന്റെ ആങ്ങളോട് കാശ് ചോദിച്ച ആരാന്നറിയാവോ? ഈ നാട്ടിലെ ഏറ്റവും വലിയ വേശ്യ. അവള് വേശ്യാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ അവളുടെ അടുത്ത് പോയിട്ടുണ്ടോ? നിന്റെ ആങ്ങളെ അവളുടെ ആള് പറ്റുവരവാ. അമ്മേ, അമ്മേ വന്നേ. എന്റെ അമ്മ, ആ കുറ്റിമോലെടുത്ത് വെച്ചേ. അയ്യോ, ഇൻസ്പെക്ടർ അല്ലേ? ഉണ്ട്, വിളിക്കാം. എന്ത് വേണം? പേഴ്സണലായിട്ടൊരു കാര്യം. അതിന് വെളിയിൽ ഇങ്ങനെ നിന്നാ മതിയോ? അകത്തേക്ക് വരൂ. ഇരിക്കൂ. എന്താ? ഞാനൊരാളിനോട് 250 രൂപ കടം വാങ്ങി. ഇന്നത് തിരിച്ചു കൊടുക്കണം. ഒരാഴ്ചത്തേക്കൊന്ന് സഹായിച്ചാൽ. സ്റ്റേഷനിൽ ഇനി മറ്റാരും അവശേഷിച്ചിട്ടില്ല അല്ലേ? ഞാനിപ്പോ വരാം. ഞാൻ ബുദ്ധിമുട്ടിക്കാണെന്നറിയാം. മറ്റൊരു വഴിയും കാണാത്തോണ്ടാ. സത്യം പറയണം. ആർക്ക് കൊടുക്കാനാ ഈ പണം? മടിക്കണ്ട, പറഞ്ഞോളൂ. നുണ പറഞ്ഞാൽ ഞാൻ അന്വേഷിക്കും. 1-2 പ്രാവശ്യം ഇമ്മോറൽ ട്രാഫിക്കിന് ശിക്ഷിച്ചിട്ടുള്ള ഒരു പെണ്ണ. പേര് സതി. നാണല്ലേ മനുഷ്യ? ജീവിക്കാൻ വേണ്ടി സ്വന്തം ശരീരം വിൽക്കുന്ന ഒരു പാവപ്പെട്ട പെണ്ണിന്റെ അടുത്തുനിന്ന് കടം. ഇറങ്ങി പോണം മിസ്റ്റർ. ഐ എം സോറി. നിൽക്കൂ, ആ ചായ കുടിക്കണം. ഈ മാസത്തെ ശമ്പളത്തിൽ വേണ്ടതുപോലെ ചെയ്യാം. തൽക്കാലം രൂപ കൊണ്ടുപോയി അവൾക്ക് കൊടുക്കണം. നീ എന്തിനാ പാവത്തിന് എപ്പോഴും ഇങ്ങനെ ചാടിക്കുന്നത്?
അടിമയെ സ്നേഹിച്ച് രാജകുമാരിയുടെ ഒരു കഥയുണ്ട്. നിന്നെ കാണുമ്പോ എനിക്ക് അതാ ഓർമ്മ വരുന്നത്. എന്താ? രാജകുമാരിക്ക് അടിമയോട് ചെറിയൊരു പ്രേമം. അത് പ്രകടിപ്പിക്കുന്നത് ആ പാവത്തിനെ ഉപദ്രവിച്ചും ചീത്ത വിളിച്ചും മറ്റുമാണ്. ഇതേ വികാരമല്ലേ നീ ആ കോൺസ്റ്റബിളിനോട് കാണിക്കുന്നത്? സ്റ്റെല്ല, നീ സ്റ്റേഷനിൽ ചാർജ് എടുത്ത അന്ന് മുതൽ എന്തു പറഞ്ഞാലും അവസാനിക്കുന്ന പ്രഭാതത്തിലാണ്. എന്തിനാ എന്റെ അടുത്ത് വിളിക്കുന്നത്? നിനക്ക് അയാളെ ഇഷ്ടമല്ലേ? എന്തോ മനസ്സിനകത്ത് എവിടെയോ ഒരു ചലനമുണ്ട്. എങ്കിൽ അത് അയാളോട് തുറന്നു പറഞ്ഞൂടെ? ഞാൻ എന്റെ സ്റ്റാറ്റസ് നോക്കണ്ടേ? അയാൾ വെറും ഒരു കോൺസ്റ്റബിൾ. ഡിപ്പാർട്ട്മെന്റിൽ ഞാൻ ആകെ ചെറുതാവും. സ്റ്റാറ്റസ്? താലൂക്ക് ഓഫീസിലെ ക്ലർക്കിന് സ്റ്റാറ്റസ് ഇല്ലെന്നും പറഞ്ഞ് IAS ഓഫീസറെ കൊണ്ട് കെട്ടിച്ച് എന്റെ ഗതി നീ കണ്ടില്ലേ? നിനക്കറിയോ, ഇന്ന് ആ ക്ലർക്ക് RDO ആണ്. ആശേ, മനസ്സ് വിളിക്കുന്നിടത്തേക്ക് തന്നെ നീ പോകാവൂ. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഒരു കുറവുമില്ല. ഓടി വരണേ. അയ്യോ, തലകുട്ടി. അച്ഛനൊന്ന് അടങ്ങി കിടന്നൂടെ? എടാ മോനെ, നീ പോയി കുറെ സിസ്റ്റർമാരെ വിളിച്ചോണ്ടോ ഇതിന്റെ മുകളിൽ പൊക്കി കിടത്താ. മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അയ്യോ, എന്റെ കാല്, സിസ്റ്റർമാരെ ഓടി വായോ, എന്റെ കാലിനൊന്നും പറ്റിയില്ല. മിണ്ടാതെ കട. ഈ പണം നിന്റെ അടുത്ത് നിന്ന് തട്ടിയെടുത്തത് എന്റെ തൊഴിലിനോട് ചെയ്ത ഏറ്റവും വലിയ അപരാധമാണെന്ന് എനിക്കറിയാം. എന്നോട് ക്ഷമിക്കണം. തട്ടിയെടുത്തെന്ന് ആര് പറഞ്ഞു? കടമല്ലേ. തിരിച്ചു വന്നപ്പോ ആ കടം വീടുകയും ചെയ്തു. സാരമില്ല. ഞാൻ പ്രഭാകരന്റെ അച്ഛനെ ഒന്ന് കാണാന്ന് കരുതി. എങ്ങനെയുണ്ട്? വലിയ ഫ്രാക്ചർ ഒന്നും ഇല്ലല്ലോ? ഇല്ല. അച്ഛാ, പുതിയ SI. ഭാഗ്യവാൻ. ഈ പ്രായത്തിലും പട്ടം പറത്താൻ തോന്നുന്നല്ലോ അല്ലേ? പട്ടം എനിക്ക് ചില സമയത്ത് പട്ടമല്ല, പട്ടയാണ് വീക്ക്നെസ്. ഞാൻ ടാക്സി വിളിക്കാം. വേണ്ട, കൂട്ടിന് പ്രഭാകരനുണ്ടല്ലോ, നമുക്ക് അല്പം നടക്കാം. പ്രഭാകരന്റെ സതിയെ വളരെ കാലമായിട്ട് അറിയാമോ? ഏയ്, അങ്ങനെ പലയിടത്തും കണ്ടുപരിചയമുണ്ട്, അത്രേ ഉള്ളൂ. ഞാനൊരു സൽസ്വഭാവിയാണ്. എന്താ വിവാഹം കഴിക്കാത്തത്? ആരാ? സതിയോ? അവളെയല്ല, പ്രഭാകരൻ എന്താ വിവാഹം കഴിക്കാത്തത്? അത് ഈ ജന്മം നടക്കുന്ന മട്ടില്ല. അതെന്താ അങ്ങനെ? ഒന്നിനും കൊള്ളിക്കാത്ത അച്ഛൻ, നാക്കിനെല്ലാത്ത അമ്മ, എന്തു കൊടുത്താലും അത്യാഗ്രഹം തീരാത്ത ചേച്ചി അളിയന്, വിവാഹപ്രായമായ അനിയത്തി. ഇതിന്റെ ഇടയിൽ എന്റെ കല്യാണം എങ്ങനെ നടക്കാനാ? ഗണപതി ഭഗവാന് നാളെ എന്നൊരു പ്രതീക്ഷയെങ്കിലും ഉണ്ട്. എനിക്ക് അതുമില്ല.